മക്കളെ, അപ്പൊ നാളത്തെ എക്സാമിന് നമ്മുടെ ബേസിക് സയൻസ് കെമിസ്ട്രിയിൽ 20 മാർക്ക് നേടാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ദ പാർട്ടിക്കിൾ റിമൈൻസ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. പദാർത്ഥത്തിന്റെ ഏത് അവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്? ഈ പടം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലേ. നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് എടുത്താൽ പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കും. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാൽ ഗേഷ്യസ് സ്റ്റേറ്റ് വാതകാവസ്ഥയിലേക്ക് വരുമ്പോൾ കണികകളൊക്കെ ഒരാൾ ഇപ്പുറത്താണെങ്കിൽ ഒരാൾ അപ്പുറത്താണ് അല്ലേ. അപ്പൊ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാ മക്കളെ? ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് സോളിഡ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഖരാവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയും. ഇവരിങ്ങനെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ പാർട്ടിക്കിൾസിന്റെ ഡിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണ ബലം വളരെ കൂടുതലാണ്. അപ്പം അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ അവിടെയുള്ള മൂവ്മെന്റ് കുറവാണ്. മൂവ്മെന്റ് കുറവാണ്ടത് കൊണ്ട് തന്നെ അവരുടെ കൈനറ്റിക് എനർജിയും കുറവായിരിക്കും. ഓക്കെ അല്ലേ. സോ ഈ ബേസിക്കലി സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം, ഈ 3 അവസ്ഥകളിലെയും പാർട്ടിക്കിൾസിന്റെ പ്രത്യേകതകൾ എൻ്റെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അടുത്ത ചോദ്യം, വാട്ടർ ചേഞ്ചസ് ടു ഐസ് ഓൺ ഫ്രീസിങ്. അതായത് വെള്ളത്തെ തണുപ്പിച്ചാൽ നമുക്ക് ഐസാക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾ. അങ്ങനെ ചെയ്യുമ്പോൾ കണികകളുടെ ചുവടെ പറയുന്ന സവിശേഷതകൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എൻ്റെ കുട്ടികളെ നോക്കിക്കേ. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡ് ആണ് അല്ലേ, ഒരു ദ്രാവകമാണ്. ഇതിനെ നമ്മൾ തണുപ്പിച്ചു, ഫ്രീസ് ചെയ്തപ്പോൾ ഐസായി. അപ്പൊ ഐസ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആണ്. ആണോ മക്കളെ? ഒരു ഖരപദാർത്ഥമാണ്. അപ്പൊ ദ്രാവകാവസ്ഥയിൽ ഇരുന്ന ഒരാളെ ഖരാവസ്ഥയിലേക്ക്, ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരുന്ന ഒരാളെ സോളിഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറ്റുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവിടെയുള്ള പാർട്ടിക്കിൾസിന്റെ എനർജി കുറയും, ഊർജം കുറഞ്ഞു വരും. ശരിയല്ലേ? അപ്പോൾ ഊർജം കുറഞ്ഞു. ഊർജം കുറഞ്ഞാൽ എന്തായാലും മൂവ്മെന്റ് അവിടെ കുറയും, കണികകളുടെ ചലനം കുറയും. ചലനം കുറഞ്ഞു, എനർജി കുറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും, കണികകൾ തമ്മിലുള്ള അകലം കുറയും അല്ലേ മക്കളെ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികകൾ തമ്മിലുള്ള അകലം കുറയും. അങ്ങനെ അകലം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തമ്മിലുള്ള അട്രാക്ഷൻ കൂടും, ആകർഷണം കൂടും. അപ്പം നോക്കിക്ക്, ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അവസ്ഥാ പരിവർത്തനത്തിൽ ഓരോ പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടിക്കും സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതല്ലെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ സോളിഡ് ലിക്വിഡ് ആകുന്നു, അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ആകുന്നു, അല്ലെങ്കിൽ ഗ്യാസ് സോളിഡ് ആകുന്നു, ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. സോ ബേസിക്കലി ഇതിന് ചോദ്യം വന്നാൽ ഇങ്ങനെയാണ് ഉത്തരം ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എഥനോൾ ആൻഡ് മെഥനോൾ ആർ 2 മിക്സിബിൾ ലിക്വിഡ്സ്. എഥനോളും മെഥനോളും പരസ്പരം കലരുന്ന ദ്രാവകങ്ങളാണ്. റൈറ്റ് എ മെത്തേഡ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഓഫ് ദിസ് മിക്സ്ചർ. മക്കളെ, ഈ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഒരു മാർഗം നിർദ്ദേശിക്കുക. എടാ, എഥനോളും മെഥനോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എൻ്റെ കുട്ടികളുടെ മനസ്സിലേക്ക് വരണം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എന്താ പറയേണ്ടത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം എന്ന് നമുക്ക് പറയാം അല്ലേ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം. എന്താ കാരണം? കാരണം എന്താ? നമുക്കറിയാം, എഥനോളും മെഥനോളും എടുത്താൽ ഇവർ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. തിളനിലയിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. രണ്ടാൾക്കാരുടെ തിളനിലയിലുള്ള വ്യത്യാസം വളരെ കുറവാണെങ്കിൽ, ബോയിലിംഗ് പോയിന്റിലെ ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ആംശിക സ്വേദനം. സെറ്റ് അല്ലേ. ഇനി അടുത്തത്, റൈറ്റ് അനദർ സിനാരിയോ ഇൻ വിച്ച് ദിസ് മെത്തേഡ് ഈസ് എംപ്ലോയ്ഡ്. ഈ മാർഗം ഉപയോഗിച്ച് മിശ്രിതത്തെ വേർതിരിക്കുന്ന മറ്റൊരു സന്ദർഭം എഴുതുക. ഏത് സന്ദർഭമാണ്? നമുക്ക് 2 എക്സാമ്പിളാണ് പഠിക്കാനുള്ളത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്. ഒന്ന് എഥനോളും മെഥനോളും. രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മക്കളെ? ക്രൂഡ് ഓയിലാണ് അല്ലെ. ക്രൂഡ് ഓയിലിൻ്റെ സെപ്പറേഷൻ ആണ്. അപ്പോൾ ക്രൂഡ് ഓയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആരൊക്കെയാണ് ഉള്ളത്? നമ്മുടെ പെട്രോൾ ഉണ്ട്, പോരട്ടെ, കെറോസിൻ ഉണ്ട്, പിന്നെ ആരെയുള്ളത്? ഡീസൽ ഉണ്ട് അല്ലേ. പെട്രോൾ ഉണ്ട്, DIE ഉണ്ട് അല്ലേ, DIESEL. ഓക്കെ, ഡീസൽ ഉണ്ട്. അപ്പൊ ക്രൂഡ് ഓയിലിലാണ് പെട്രോളും മണ്ണെണ്ണ ഡീസലൊക്കെ ഉള്ളത്. അപ്പൊ ഇവരെയൊക്കെ
ഇതൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം വഴിയാണ്. അപ്പോൾ സെപ്പറേഷൻ ഓഫ് കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ, മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന എല്ലാ മെത്തേഡുകളും നാളത്തെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ 2 ചാപ്റ്റർ ആണുള്ളത്. സോ ഏത് പോർഷനിൽ നിന്ന് വേണമെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ വരാം. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ, പട്ടിക പൂർത്തിയാക്കണം. നോക്കിക്കേ, പൊളോണിയത്തിൻ്റെ സിമ്പൽ എന്താ? PO ആണ്. പൊളോണിയത്തിന് എങ്ങനെയാ പേര് വന്നത്? പൊളോണിയത്തിന് ആ ബേസിസ് ഓഫ് നെയിമിങ്, നാമകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പോളണ്ട് അല്ലേ? പോളണ്ട് എന്ന് പറയുന്ന ഒരു കൺട്രി നെയിം, രാജ്യത്തിൻ്റെ പേര്, ശരിയല്ലേ? കൺട്രി നെയിം വെച്ചിട്ടാണ് നമ്മുടെ പൊളോണിയത്തിന് പേര് വന്നിട്ടുള്ളത്. അടുത്തത് ക്രോമിയം. മക്കളെ, ക്രോമിയം എടുത്താൽ ക്രോം എന്ന് പറഞ്ഞാൽ നിറം, കളർ. ആ പേരിൽ നിന്നാണ് ക്രോമിയത്തിന് ക്രോമിയം എന്ന പേര് വന്നിട്ടുള്ളത്. അപ്പൊ ക്രോമിയത്തിന്റെ സിമ്പൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോമിയത്തിന്റെ സിമ്പൽ CR ആണ്. ഇനി ക്യൂരിയം. ക്യൂരിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മേരി ക്യൂറി അല്ലെ? മേരി ക്യൂറി എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞയുടെ പേരിൽ നിന്നാണ്. അപ്പൊ സയന്റിസ്റ്റിന്റെ നെയിമിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ശാസ്ത്രജ്ഞ, ഒരു ശാസ്ത്രജ്ഞയുടെ പേരിൽ നിന്ന് കിട്ടിയ പേരാണ് ക്യൂരിയം. സിമ്പൽ നോക്കണേ, CM ആണ്. ഇനി അടുത്തത് നോക്കിക്കേ, ആരാണ്? പ്ലൂട്ടോ. പ്ലൂട്ടോയുടെ പേരിൽ നിന്ന് ആർക്കാണ് കിട്ടിയത്? പ്ലൂട്ടോ എന്ന് പറയുന്നത് ഒരു ഗ്രഹം, പ്ലാനറ്റ് ആണ്. പ്ലൂട്ടോയുടെ പേരിൽ നിന്ന് കിട്ടി. പ്ലൂട്ടോയുടെ വെച്ചിട്ട് നമ്മൾ നെയിം ചെയ്ത ആരെയാണ്? വെരി ഗുഡ്, പ്ലൂട്ടോണിയം അല്ലേ? പ്ലൂട്ടോണിയം എന്ന് പറഞ്ഞ മൂലകമാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാജ്യങ്ങളുടെ പേര്, കൺട്രിയുടെ നെയിം വെച്ചിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ? അമേരീഷ്യം, ജർമേനിയം, ഫ്രാൻഷ്യം, പൊളോണിയം, ഇതൊക്കെ കൺട്രി നെയിം വെച്ചിട്ടുള്ളതാണ്. പിന്നെ നിറങ്ങൾ വെച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇന്ത്യം അല്ലേ? ക്രോമിയം, ഇതൊക്കെ കളേഴ്സാണ്. പിന്നെ ശാസ്ത്രജ്ഞന്മാരുടെ പേരുണ്ട്, സയൻറ്റിസ്റ്റിൻ്റെ നെയിം ഉണ്ട്. ക്യൂരിയം ഉണ്ട്, റദർഫോർഡിയം ഉണ്ട്, മെൻഡലീവിയം ഉണ്ട്. ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് അല്ലേ? ഇനി അതേപോലെ തന്നെ ഇത് കൂടാതെ നമുക്ക് പറയാം ലാറ്റിൻ നെയിമുകളിൽ നിന്നും കുറച്ച് ആൾക്കാരുടെ പേരെടുത്തിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ സോഡിയം. സോഡിയം എടുത്താൽ നേട്രിയം എന്നാണ് സോഡിയത്തിൻ്റെ ലാറ്റിൻ നെയിം അല്ലേ? അതിൽ നിന്നാണ് Na എന്ന സിമ്പൽ വന്നത്. അതേപോലെ നമ്മുടെ പൊട്ടാഷ്യം, കാലിയം എന്നാണ് ലാറ്റിൻ നെയിം, അതിൽ നിന്നാണ് K എന്ന സിമ്പൽ വന്നത്. പിന്നെ നമ്മുടെ അയൺ, ഫെറം എന്നാണ് ലാറ്റിൻ നെയിം, അതിൽ നിന്നാണ് അയണിന്റെ സിമ്പൽ Fe എന്ന് വന്നത്. കോപ്പർ, കുപ്രം എന്ന പേരിൽ നിന്നാണ് കോപ്പറിന് പേര് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 activities are given. 2 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ്. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഒരു തുള്ളി മഷി വീഴ്ത്തുന്നു. ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് ലിറ്റ്. ഒരു ചന്ദനത്തിരി കത്തിക്കുന്നു. ക്വസ്റ്റ്യൻ എന്താ? ഇൻ വിച്ച് ആക്ടിവിറ്റി ഡസ് ഡിഫ്യൂഷൻ ഒക്കേഴ്സ് ക്വിക്ലി? മക്കളെ, ഇതിൽ വ്യാപനം വേഗത്തിൽ നടക്കുന്നത് എവിടെയാ? നമുക്കറിയാം വ്യാപനം എന്ന് പറഞ്ഞാൽ ഇന്റർമിക്സിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ? കണികകൾ പരസ്പരം കലരുന്നതാണ്. അപ്പൊ എത്രത്തോളം മൂവ്മെന്റ് കൂടുതലാണോ അത്രത്തിൽ വേഗത്തിൽ ഇന്റർമിക്സിംഗ് നടക്കും. കണികകളുടെ ചലനം കൂടുന്നതനുസരിച്ച് പരസ്പരം കലരുന്നതിന്റെ വേഗതയും കൂടും. അതുകൊണ്ട് തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിൽ, വാതക അവസ്ഥയിലാണ് എപ്പോഴും വ്യാപനം അഥവാ ഡിഫ്യൂഷൻ കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം ഇൻസെൻസ് സ്റ്റിക്ക് കത്തിക്കുമ്പോൾ, ചന്ദനത്തിരി കത്തിക്കുമ്പോഴാണ് ഇവിടെ ഡിഫ്യൂഷൻ അഥവാ വ്യാപനത്തിന്റെ നിരക്ക് കൂടുതലായിട്ടുള്ളത്. ഇനി റൈറ്റ് അനദർ എക്സാമ്പിൾ ഫോർ ഡിഫ്യൂഷൻ. നോക്കിക്കേ, വ്യാപനത്തിന് നിത്യജീവിതത്തിൽ മറ്റൊരു എക്സാമ്പിൾ എന്താ? നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ അല്ലെ, വെൻ വി കുക്ക് ഫുഡ് വി ഗെറ്റ് ദ സ്മെൽ. ശരിയല്ലേ? ആഹാരം പാചകം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? മണം കിട്ടുന്നു. സ്പ്രേ അടിക്കുമ്പോൾ മണം വരുന്നു. ഇതൊക്കെ വ്യാപനം അഥവാ ഡിഫ്യൂഷന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 10 കോപ്പർ സൾഫേറ്റ്. ഇതിലെ ആറ്റങ്ങൾ എണ്ണം കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? എടാ, കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം ആണോ, ഒരു മോളിക്യൂൾ ആണോ, ഒരു കോമ്പൗണ്ട് ആണോ? അപ്പൊ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ? ഒരു കോപ്പർ ആറ്റം, ഒരു സൾഫർ ആറ്റം, 4 ഓക്സിജൻ ആറ്റം. ശരിയല്ലേ? അപ്പൊ ഇവർ ഇത്രയും പേര് തമ്മിൽ ചേർന്നാലാണ് ഒരു കോപ്പർ, ഒരു സൾഫർ, 4 ഓക്സിജൻ, ഇത്രയും പേര് ചേരുമ്പോഴാണ് നമുക്കൊരു കോപ്പർ സൾഫേറ്റിനെ കിട്ടുന്നത്. അപ്പോൾ ഒരു കോപ്പർ സൾഫേറ്റ് മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മൊത്തം 6 ആറ്റങ്ങളുണ്ട്. ശരിയാണോ മിസ് പറഞ്ഞത്? ഒരു കോപ്പറിന്റെ ആറ്റമുണ്ട്, ഒരു സൾഫറിന്റെ ആറ്റമുണ്ട്, 4 ഓക്സിജൻ ആറ്റമുണ്ട്. ആകെ മൊത്തം 6 ആറ്റങ്ങളാണ് ഒരു കോപ്പർ സൾഫേറ്റ് മോളിക്യൂൾ, ഒരു കോപ്പർ സൾഫേറ്റിന്റെ തന്മാത്രയിലുള്ളത്. ഇനി നമ്മുടെ കയ്യിൽ 10 കോപ്പർ സൾഫേറ്റ് ഉണ്ട് അല്ലേ? 10 കോപ്പർ സൾഫേറ്റിന്റെ മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ ആകെ ആറ്റങ്ങൾ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? 10 × 6 ചെയ്യാം. കാരണം ഒരു പേനയുടെ പൈസ 10 രൂപയാണ്.
അല്ലേ? അങ്ങനെയാണെങ്കിൽ 10 പേനയുടെ പൈസ എത്തിയ 10 × 6. അപ്പോൾ ഒരു കോമ്പൗണ്ടിൽ 6 ആറ്റങ്ങളുണ്ട്. 1 മോളിക്യൂളിൽ 6 ആറ്റങ്ങളുണ്ട്. 10 മോളിക്യൂളിൽ അല്ലെങ്കിൽ 10 തന്മാത്രയിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടാവും? 10 × 6 ചെയ്യുക, 60 ആറ്റങ്ങൾ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മിസ്സിന് അടുത്തൊരു ചോദ്യം, ഇതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്, എത്ര തന്മാത്രകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ഒരു കോപ്പർ സൾഫേറ്റ് മോളിക്യൂൾ, ഒരു കോപ്പർ സൾഫേറ്റ് തന്മാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതാണ് അല്ലേ? CuSO4 ആണ്. ഇതേപോലെയുള്ള 10 കോപ്പർ സൾഫേറ്റ് മോളിക്യൂളിനെ, 10 കോപ്പർ സൾഫേറ്റ് തന്മാത്രകളെയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം മോളിക്യൂൾസിന്റെ എണ്ണം ചോദിച്ചാൽ 10ഉം ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 60ഉം ആയിരിക്കും. മക്കളെ, ഇത് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാനായിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ തരാം. അതായത് നമ്മുടെ കയ്യിൽ 5 സൾഫ്യൂരിക് ആസിഡ് വേണ്ട, നമ്മുടെ കയ്യിൽ നോക്കിക്കോ മക്കളെ 7 ഫെറസ് സൾഫേറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട്? 7 ഫെറസ് സൾഫേറ്റിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇന്ന് വൈകിട്ടത്തെ ലൈവിൽ എൻ്റെ കുട്ടികൾ ആരും വരാൻ മറക്കരുത്. മക്കളെ, നാളെ നിങ്ങൾ പരീക്ഷയിൽ കാണാൻ പോകുന്ന ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. എൻ്റെ കുട്ടികൾ ആരും ഈ ഒരു ലൈവ് മിസ് ചെയ്യരുത്. അപ്പം നമുക്ക് എല്ലാവരെയും വൈകിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.